ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ ഗ്രേ കളർ കണ്ണാടിയുമായി വന്നിരിക്കുകയാണ്. ഒരു ട്രെയിലർ റിയാക്ട് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഗായ്സ്. പാലും പഴവും എന്നാണ് സിനിമയുടെ പേര്. കാസ്റ്റിംഗ് വന്ന് നമ്മുടെ മീര ജാസ്മിനാണ് ഇതിൻ്റെ നടി. അശ്വിൻ ജോസാണ് നടൻ. ആൻഡ് VK പ്രകാശ് സാറിൻ്റെ പടമാണ്. എനിക്ക് പുള്ളിയായിട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ദേവൻ്റെ എൻ്റെ ലാലേട്ടൻ്റെ ഒരു ആഡുണ്ട്, നിങ്ങൾ കണ്ടു കാണത്തില്ല. അത് VK പ്രകാശാണ് ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് പുള്ളിയിൽ ഏറ്റവും അന്ന് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ 2 ദിവസം എടുക്കുന്ന സാധനം പുള്ളി വെറും മണിക്കൂറിന് ടക്ക് ടക്ക് ടക്കെന്ന് സാധനം എടുത്ത് ലാലേട്ടനെയും വിട്ട് നമ്മളെയും വിട്ടിടുക. ഞാൻ അങ്ങനത്തെ ഒരു ഷൂട്ട് ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അതായത് പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് വേണ്ട സാധനങ്ങൾ പടപെടുന്നത്, അതായത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കാതെ ക്യാമറ അവിടെ ഫോക്കസ്, ഈ ഷോട്ട് ഇട്, ആ ഷോട്ട് കഴിഞ്ഞ്. വൈകുന്നേരം ആയപ്പോൾ കണ്ണൻ ദേവൻ്റെ ഒരു വലിയ ഷൂട്ട് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പഴയ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർത്ത് എടുത്തതാണ് ഗൈസ്. എന്തായാലും ഒരുപാട് പേരുണ്ട് ഈ കാസ്റ്റിൽ. നമ്മുടെ മിഥുൻ ചേട്ടനുണ്ട്, മണിയമ്പിള്ള രാജു, അശോകൻ എന്ന് പറഞ്ഞ ഗീത, നമ്മുടെ യവനുണ്ട്, നമ്മുടെ ഇതിലെ ചൂരൽ നമ്മളെ പയ്യനുണ്ട് എന്ന് പറയുന്ന അടിപൊളി കാസ്റ്റ്, കൊള്ളാം. സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കല്യാണം കഴിച്ചാലോ? എനിക്ക് സമ്മതമാണ്. ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഓക്കെ അടിക്കുന്നവരെ കൊണ്ടല്ലോ ഭാഗ്യവാന്മാരാണ്. ഞാനൊക്കെ എത്ര റിജക്ഷൻ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. നാണവും മാനവും ഇല്ലാതെ പോയി ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, ഞാനൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് പറയുമ്പോൾ ചമ്മല്. ഹലോ, കിട്ടുന്ന ഷോട്ട്. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെന്താ അങ്ങനത്തെ ഒരു ടോക്ക്? 33 വയസ്സായ ആൾക്കാർക്ക് സിംഗിളായിട്ട് നടന്നൂടെ? അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ നടന്നൂടെ? അല്ലെങ്കിൽ ലിവിനായിട്ട് നടന്നൂടെ? അങ്ങനത്തെ ടോക്ക് വേണ്ട കേട്ടോ. കല്യാണത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. 50 വയസ്സിലും 40 വയസ്സിലും 90 വയസ്സിലും 100 വയസ്സിലും കല്യാണം കഴിക്കാം. ഞാൻ തീരുമാനിച്ചോളാം. അതിനുള്ള പക്വത എനിക്ക് ആദ്യം നിന്റെ മുഖത്ത് 5-6 പൂച്ചപ്പൊടിയൊക്കെ വരട്ടെ. അല്ലേ അതിൽ ഇബ്രാഹിം. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസി ഉള്ളത്. നിങ്ങൾ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റും വിത്ത. ഏതെങ്കിലും ഒരു സെറ്റിലായ പെണ്ണിനെ സെറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം അവള് നോക്കിക്കൊണ്ടേ. ആകെ അത്രേ ഉള്ളൂ. നല്ലൊരു ആശയമാണ്. ഞാനും എഗ്രി ചെയ്യുന്നു. ജോലിയുള്ള നല്ല റിച്ചായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, ഇതുപോലെ PS5 ഗെയിം ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിച്ച് ആടിച്ച് പൊളിച്ച് ജീവിക്കുക. പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു, നമ്മൾ ചിലവ് ചെയ്യുന്നു, വീട് കാര്യങ്ങളൊക്കെ നോക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്കിത് ഇവിടെ ഒന്ന് എടുത്തു പറയണമെന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു സാധനം കുക്കിംഗ് ആണ്. ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നീ നാളെ നിന്റെ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എല്ലാത്തിനും ഞാൻ വളയ്ക്കാൻ പോണേ. ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. മൈ ലൈഫ് മൈ റൂൾസ്. അതിനകത്ത് റൂൾസിൽ ഇങ്ങനെ പോണം. അയ്യോ, ആ ക്രിഞ്ച് ഞാനും ചെയ്തിട്ടുണ്ട്. റോക്സ് ROKZZZ കുത്ത് മാൻ, ക്രിഞ്ച് ടൈംസ്. ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്നു. എന്ത് വണ്ട്? പൂവ് പാറിപ്പറന്നു തേൻ കുടിക്കുക. ഇതിനൊരാളെ റിക്വസ്റ്റ് അയച്ചു. ആക്സെപ്റ്റ് ചെയ്ത മെസ്സേജ് വന്നു. കാണാൻ ചൊല്ലുന്നതാണല്ലോ. സുമിയുടെ അനിയൻ അല്ലേ? അത് മോശമാണ് കേട്ടോ. വയസ്സിൽ പ്രായം കൂടിയവരെയും പ്രണയിക്കുകയും ചെയ്യാം. എൻ്റെ ആദ്യത്തെ ലവർ എന്നെയും കാട്ടിൽ 1 വയസ്സ് മൂത്തതായിരുന്നു. അതിലൊന്നും ഒരു വിഷയമല്ല, അതും ഒരു വിഷയമല്ല. എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന്റെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും വയലന്റ്. നല്ല മ്യൂസിക്. ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡ് ഉണ്ട്, അവിടെ നിർത്തിയാൽ മതി ചേട്ടാ. ലേഡീസിനൊക്കെ റെസ്പെക്ട് കൊടുക്കണ. അവര് പറക്കട്ടെ. നല്ല മ്യൂസിക്. VKP മ്യൂസിക് ആര്? അതൊന്നും പറയാൻ പറ്റില്ല. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി. അതുവരെ ഞാനും കഴിക്കില്ല. അയ്യോ സെയിം. അയ്യോ, നീ ഫുഡ് കഴിച്ചാലേ ഞാൻ കഴിക്കത്തുള്ളൂ. നീ എന്താ ഫുഡ് കഴിക്കാത്തത്? നീ എന്താ വെള്ളം കുടിക്കാത്തത്? നമുക്ക് ചെയ്യണ്ടേ?
ഓ മൈ ഗോഡ്, കേരട്ടൻ ഡേയ്സ് സിസ്റ്റേഴ്സ് ആക്കിയ പെൺകുട്ടികൾ. അയ്യോ, ഇഡ്ലി മീൻ ചാറ്. മ്യൂസിക് ഗോപി സുന്ദർ അല്ലേ? ഗോപി സുന്ദർ 3-4 പേരുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ഗ്യാങ് ആടായി. ഗോപി സുന്ദർ, സച്ചിൻ ബാലു, ജോയൽ ജോൺസ്, ജസ്റ്റിൻ ഉദയ് ഡുവോ. ഇത്രയും പേര് മ്യൂസിക്കാ? ഓ, ഓഗസ്റ്റ് 23 കേട്ടോ. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം. നമ്മളൊക്കെ പണ്ട് കാണിച്ച കുറേ തൊട്ടിത്തരങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ ഒരു സാധനം പറയുമ്പോൾ ലോൽസ് നമ്മൾ ഇടൂലേ മെസ്സേജ്. നിങ്ങൾ ആരെങ്കിലും ചിരിക്കാറുണ്ടോ അങ്ങനെ അടിക്കുമ്പം? ഞാൻ ചിരിക്കാറൊന്നുമില്ല, ഞാൻ വെറുതെ ഇടുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ലോൽ ഇടുന്നത് ഇങ്ങനത്തെ ഒരു സീരിയസ് ഫേസും വെച്ചുകൊണ്ടായിരിക്കും. മിക്ക ആൾക്കാരും ലോൽ ഇടുന്നത് അതിന് തന്നെ. അല്ലാതെ അല്ലെങ്കിൽ ഹഹ എന്ന് അറിഞ്ഞാലും നിങ്ങളാരും അവിടെ ചിരിക്കണമെന്നില്ല. ഇങ്ങനെ ഇല്ലേ? ഇതേപോലെ ഞാനും മറ്റേതുപോലെ, നീ കഴിച്ചാലേ ഞാൻ കഴിക്കത്തുള്ളൂ, നീ ഇപ്പോൾ പെട്ടെന്ന് നീ കഴിക്കണേ, എൻ്റെ ഫുഡ് അയക്കണം കേട്ടോ എന്നൊക്കെ പറയൂ. യോ അവസ്ഥ. എന്തായാലും നല്ലൊരു ഫൺ പടമാണെന്ന് തോന്നുന്നു. പാലും പഴവും സിനിമ റിലീസിങ് 23. ഒരുപാട് കിടലം കാസ്റ്റും കാര്യവും ആണ്. ഹമ്പിളായിട്ടുള്ളൊരു പടമായിരിക്കും. എന്തായാലും നോക്കാം. വയസ്സിന് മൂത്തായിട്ട് ഒരു പയ്യൻസ് ലൈൻ അടിക്കുന്നതും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കോമഡിയൊക്കെ ആയിരിക്കും. എന്തായാലും മീര ജാസ്മിൻ ആണ് മെയിൻ ആള്. നമുക്കെന്തായാലും സിനിമ കാണാം ഗൈസ്.